അതായത് ഇപ്പോൾ വലിയ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ ഈ PM ശ്രീ പദ്ധതിയും പിന്നെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ മലക്കം മറിച്ചിലുകളും. ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതിനകത്ത് നമ്മുടെ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി തീർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ നമുക്ക് 260ഓളം സ്കൂളുകൾക്ക് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ PM ശ്രീ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു പ്രത്യേക ബോർഡായിരിക്കും. ഞങ്ങൾ ഈ പദ്ധതിക്ക് തയ്യാറാണ് എന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്. സർക്കാരിന് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എങ്ങനെയാണ് വന്നത് എന്നുള്ളത്. അതായത് ഈ നികുതി വരുമാനം കൊണ്ടാണോ എല്ലാ ഗവൺമെന്റുകളും വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ നികുതി നേരിട്ട് കേന്ദ്ര ഗവൺമെന്റിന് പോവുകയും കേന്ദ്ര ഗവൺമെന്റ് അവിടുന്ന് നമുക്ക് വീതിച്ച് തരികയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. PM ശ്രീ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സ്കൂളിന്റെ പേരിന് മുന്നിൽ PM ശ്രീ എന്ന് ആഡ് ചെയ്യണം. പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ വെക്കണം. ഇത് ഒക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ റോട്ടിലിറങ്ങി നടക്കുമ്പോൾ പലതരത്തിലും നമുക്ക് ബസ് സ്റ്റോപ്പുകൾ കാണാൻ പറ്റും. പക്ഷെ അത് അവർ ചെയ്യുമ്പോൾ അവരാദ്യം ചെയ്യുന്ന സാധനമാണ് ഈ ബഹുമാനപ്പെട്ട എന്ന് എഴുതിയിട്ട് ഇത് എൻ്റെ വക എന്നുള്ള ഒരു ബോർഡ് സ്ഥാപിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെയുള്ളൂ ഇപ്പോൾ ഈ PM ശ്രീ എന്ന് പറയുന്ന സാധനവും. അതായത് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അനുവദിക്കുന്ന തുക എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു പൈസ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തരുകയല്ല ചെയ്യുന്നത്. നമ്മുടെ നികുതി പണം അവർ ഒരുമിച്ച് വാങ്ങിച്ചു വെക്കുകയും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ ഈ കരാറിൽ ഒപ്പിടണം, ആ കരാറിൽ ഒപ്പിടണം എന്ന് പറയുമ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കരാറിൽ ഒപ്പിട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ CPIയുടെ ഒരു സ്വഭാവം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ് അതിനൊരു പ്രത്യയശാസ്ത്രം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ CPIയെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രമല്ല അവരുടെ പ്രശ്നം. അവരുടെ ശാസ്ത്രം ഒരു പ്രത്യേക ശാസ്ത്രമാണ്. ഈ പ്രത്യേക ശാസ്ത്രത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് CPM പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് പറയാ എന്നുള്ളതാണ് CPIയുടെ എന്നത്തെ ഒരു രീതി. എനിക്ക് കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. 28 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചു. അവിടെയൊക്കെയുള്ള ഈ കോൺഗ്രസ്സുകാരല്ലേ? അപ്പൊ ആ കോൺഗ്രസും നമ്മുടെ കേരളത്തിലെ കോൺഗ്രസും രണ്ടും രണ്ടാണോ? എന്തുകൊണ്ടാണ് അവിടെ ഓക്കെ എന്നും ഇവിടെ അല്ല എന്നും ഇവർ പറയുന്നത്? ഞങ്ങളുടെ ചാനലിന്റെ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.